ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഷാരി ചന്ദ്രസേനയുടെ രൂപയെടുത്തും പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല, അയാളായിട്ട് പിന്നെ ഞാനൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നോ, എല്ലാരും എന്റെ മോളെ എന്തിനാ സംശയിക്കണത് എന്ന് ഷാരി പറയുമ്പോഴേക്കും രൂപ പറയണ്ട, നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ടാ ചോദിക്കണത് എന്ന് പറയാണ്. കിരൺ പറയണ്ട, അച്ഛനൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചന്ദ്രസേനെ വിളിച്ചിട്ട് മാറ്റി നിർത്തി സംസാരിക്കാട്ടോ. രൂപയെടുത്ത് ഷാരി വീണ്ടും പറയണ്ട്, രൂപ സത്യമായിട്ടും അയാൾക്ക് എന്ത് പറ്റിയെന്നോ എങ്ങനെയാണെന്നൊന്നും ഞാൻ വിളിക്കാറുമില്ല, അന്വേഷിക്കാറുമില്ല എന്ന് പറയാണ്. രൂപ പറയുന്നുണ്ട്, അവനെ ഇവിടെ ചോറ് തിളച്ച വെള്ളം അവന്റെ മേത്തേക്ക് ഒഴിച്ചപ്പോഴേ അവൻ വിചാരിച്ചു കാണുമായിരിക്കും അതൊക്കെ മേല് പൊള്ളിയപ്പോഴേക്കും ഇതിനേക്കാളും പൊള്ളൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാന്ന്. അതിനേക്കും കല്യാണി മോളെ അവൻ ഉപദ്രവിച്ചത്. കല്യാണി മോൾക്ക് എന്തിനും പറ്റിയാലുണ്ടല്ലോ അവനെ വെറുതെ വെച്ചേക്കില്ല. ഞങ്ങൾ അവനെ കൊന്നാലോ പോലീസ് കേസൊന്നും ആവാൻ പോണില്ല. ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാ പോലീസുകാരും അതുപോലെ മേൽപ്പത്തുള്ള ആൾക്കാരൊക്കെ. നല്ല വക്കീലിന് വെക്കാനും ഞങ്ങൾക്ക് അറിയാം. അഥവാ കേസായാലും നല്ല വക്കീലിന് വെച്ച് ബാധിച്ച് ജയിക്കാനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് രൂപ അവിടുന്ന് പോവാണ്. ഷാരി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു അവിടെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രസേനെ മാറ്റി നിർത്തിട്ട് കിരൺ പറയണ്ട, അച്ഛാ അവനെ തീർത്തിട്ടുണ്ട് അച്ഛാ. അവന്റെ കൈയും കാലൊക്കെ ബന്ധിച്ച് വായില് തുണിയും തിരികെ വേലുവിന്റെ ഊരിലേക്ക് കൊണ്ട് അവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലത്തേക്ക് ഉപേക്ഷിച്ച ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കൊള്ളാടാ, അവനെ പറഞ്ഞിരിക്കുന്ന മരണം അത് തന്നെയാണ്. കാട്ടുമൃഗങ്ങൾ വലിച്ചു കീറി അവന്റെ മരണം സംഭവിക്കണം. അല്ലടാ മോനെ, മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ ഗംഗപ്രസാദനെ കൊണ്ടിട്ടായിരുന്നല്ലോ. അന്ന് അവൻ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വന്നു അച്ഛാ. അന്ന് അവനെ രക്ഷപ്പെടുത്തിയത് വേലുവിന്റെ ഊരിലെ ആൾക്കാരല്ലേ. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും സംഭവിക്കില്ല അച്ഛാ. പിന്നെ ഏറ്റവും കൂടുതൽ കാട്ടുമൃഗങ്ങൾ വരുന്ന സ്ഥലം അത്. കുറുക്കന്മാരെ അല്ല, കുറുനരികളെയും കുറുക്കന്മാരെയൊന്നും അല്ല പേടിക്കേണ്ടത്. അവിടെ കാട്ടു നായ്ക്കൾ വരാറുണ്ട്. അവരാണെങ്കിൽ വലിച്ചു കീറുന്നൊക്കെയാ വേലു പറഞ്ഞത് എന്ന് പറയാണ്. എന്തായാലും നന്നായി. കല്യാണി മോളാണല്ലോ അവന്റെ നോട്ടത്തിൽ ഏറ്റവും വലിയ ശത്രു. ആ ജയിലിൽ കിടക്കുന്ന അവന്റെ കൂട്ടാളി വിക്രമാണല്ലോ. അവൻ പറഞ്ഞിട്ടുണ്ടാവായിരിക്കും കല്യാണി വന്നതിന് ശേഷമാണ് കുടുംബം തകർന്നു പോയെന്ന്. അതുകൊണ്ടാണ് രണ്ടുപേരും കൂടി കൂടാലും ചെയ്ത് ആദ്യം കല്യാണിനെ തകർക്കാന്ന് വിചാരിച്ചത്. അതിനുശേഷം എന്നെയായിരിക്കും അവർ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ടേ, കല്യാണി കാരണമാണ് അച്ഛൻ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയായത്. അവള് വന്നതിന് ശേഷമല്ലേ പല സൗഭാഗ്യങ്ങൾ വന്നത്. അത് മാത്രം മോനെ, എന്റെ നിരപരാധിത്വം നിന്റെ അമ്മ മനസ്സിലാക്കി വീണ്ടും ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് കാരണമൊക്കെ കല്യാണി മോളാ. കല്യാണി മോൾ നമ്മുടെ ജീവിതത്തിലെ ദേവതയാണ്. കിരൺ പറയണ്ട്, കല്യാണിന്റെ അപകടത്തില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല അച്ഛാ. അതെന്താകുമെന്ന് അറിയില്ല. പക്ഷെ ഈ രാഹുലിന്റെ കാര്യം ഉറപ്പാണ്, അവൻ മരിച്ചിട്ടുണ്ടാകും അച്ഛാ എന്ന് പറയാണ്. ചന്ദ്രസേനൻ പറഞ്ഞിടാ, മോനെ അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് നിനക്ക് എന്നെയും കൂടി വിളിച്ചൂടേടാ. അവന്റെ കണ്ണിനെ കുത്തി പൊട്ടിച്ചാനെ. അങ്ങനെ കണ്ണില്ലാതെ അവൻ അവിടെ നിന്ന് പരകുന്നത് കൂടി കാണാമായിരുന്നല്ലോ എന്ന് പറയാണ്. എന്തായാലും അവനെ കാട്ടുമൃഗങ്ങൾ ഭക്ഷിക്കട്ടെ അച്ഛാ. വേലുവിന്റെ കൂട്ടാളികളും ഇന്നവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ഹോസ്പിറ്റലിൽ പോണ മുമ്പ് തന്നെ രതീഷും കിരണും കൂടി വേലുവിനെയും കാത്ത് ഹോസ്പിറ്റലിൽ ഒരു സൈഡിൽ കാത്തു നിൽക്കുന്നുണ്ട്. കിരണിന് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. വേലു അവിടേക്ക് വേഗം തന്നെ വരുവാണ്. വേലു എന്തായടാ എന്ന് ചോദിക്കുമ്പോ വേലു പറയണ്ട്, സാറേ അവൻ മരിച്ചു സാറേ എന്ന് പറയാണ്. സത്യമാണോ? അതെ, ഞാനും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് ആ സ്പോട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ ചില പക്ഷികളുണ്ട്, ഈ മാംസം തിന്നുന്ന പക്ഷികൾ. ആ പക്ഷികളൊക്കെ അവനെ ബാക്കിയുണ്ടെന്ന അവശിഷ്ടമൊക്കെ ആ പക്ഷികള് ആ മാംസത്തിന് വേണ്ടി അടികൂടുന്നത് കണ്ടിട്ടാ സാറേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെടില്ലെന്ന് ഉറപ്പായിരുന്നു. അവൻ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയെങ്കിൽ ഞാനും കുറച്ചു ആൾക്കാരൊക്കെ കൂടിയിട്ട് കാട്ടുതീയായിട്ട് കാടിന്റെ പല സ്ഥലത്തും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ രക്ഷപ്പെടുവെന്നുണ്ടെങ്കിൽ അവനെ പിടിക്കാനായിട്ട്. പിന്നെ ഫോറസ്റ്റുകാരൊന്നും ശ്രദ്ധിക്കില്ല കാട്ടുതീ കണ്ടാലും. എന്താണെന്നറിയാവോ, ഇന്നലെ ഞങ്ങൾ മഴദേവങ്ങൾക്ക് ബലി കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ തീയും പുകയൊക്കെ കാണുമ്പോഴൊന്നും അവരങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഇത് കഴിഞ്ഞല്ലേ. അതെ, പിന്നെ സാറേ ഇവന്റെ ശവം പോലീസുകാര് അങ്ങോട്ടേക്കല്ലേ കൊണ്ടുപോവാ അടക്കം ചെയ്യാനായിട്ട്. എന്തിനാണ് എന്റെ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നത്? അവനെ വല്ല പൊതു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ അവര് എന്ന് പറയാണ്. കിരൺ പറയണ്ട, അവന്റെ കയ്യിൽ എന്തായാലും പേഴ്സ് ഉണ്ടാകും, അതിൽ അവന്റെ പേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അവൻ എന്താ ചെയ്തോട്ടെ. എന്തായാലും എന്റെ വീട്ടിൽ എടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴാണ് സമാധാനായത് എന്ന് പറയാണ്. പിന്നെ ജയിലിൽ ഒരുത്തൻ കിടക്കുന്നുണ്ട്, വിക്രം. അവൻ പുറത്തിറങ്ങിയാലും ഇതുപോലെയൊക്കെ ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അവനെയും ഇതുപോലെ മരണം തന്നെ വേണം കൊടുക്കാനായിട്ട്. എന്തായാലും അവൻ അർഹിച്ച മരണം തന്നെ കിട്ടി അല്ലേ സാറേ എന്ന് രതീഷ് പറയുമ്പോ കിരൺ പറയണ്ട്, ഇല്ലട രതീഷ്, അവൻ അർഹിച്ച മരണം നരകിച്ച് മരിക്കുക എന്നുള്ളതായിരുന്നു. എന്തായാലും ഇതെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയല്ലോ. അല്ല, ഇതിന്റെ പിന്നിൽ പിന്നെ പോലീസ് കേസോ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവോ സാറേ എന്ന് രതീഷ് ചോദിക്കുമ്പോ, ആ കേസ് ഈ കേസ് നോക്കുമ്പോൾ നമ്മുടെ മിഥുല പോലീസുകാരല്ലേ, മറ്റേ മാട്ടിനെ പോലെ അവരത്ര കഷ്ടപ്പെട്ട് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
സാറേ എന്നാ മാട്ടിനെ നമുക്ക് കാട്ടില് തള്ളിയാലോ എന്ന് വേലു പറയുമ്പോ എന്തിനാടാ, അയാളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്യണത്, അയാളെ ചെയ്യട്ടെ എന്ന് പറയാണ്. എന്തായാലും ഞാൻ എന്റെ കല്യാണം ഒന്ന് കണ്ടിട്ട് വരട്ടെ, കല്യാണത്തിൽ ഈ വാർത്ത പറയണം, സന്തോഷമാകും അവൾക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ ഹോസ്പിറ്റലിലേക്ക് കയറാണ്. കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട്. കിരൺ കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കല്യാണി ചോദിക്കണ്ട, കിരണേട്ടൻ ഇത് എവിടെയായിരുന്നു? ഞാൻ കണ്ണ് തുറക്കുമ്പോഴൊക്കെ കിരണേട്ടൻ അന്വേഷിച്ചായിരുന്നു. കിരണേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ, കല്ലുമോനെ കൊണ്ടുവന്നില്ലേ, കൊണ്ടുവരണമായിരുന്നോ? വേണ്ട, അല്ലെങ്കിൽ കൊണ്ടുവരണ്ട, ഇനിയിപ്പോ ഇവിടുന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡിസ്ചാർജ് ആകുമ്പോഴേക്കും മോനെ കാണാം, മോനെ ഈ അവസ്ഥയിൽ എന്നെ കാണാതിരിക്കണേ നല്ലത്. എന്തോ കിരണേട്ടനെ മോനെയൊക്കെ വല്ലാതെ മിസ് ചെയ്തു. കിരണേട്ടൻ എവിടെയായിരുന്നു? എടോ കല്യാണി, അവൻ ചത്തടോ, തന്നെ കുത്തിയവൻ. എനിക്കറിയായിരുന്നു കിരണേട്ടനെ അവൻ അന്വേഷിക്കും പോയിട്ടുണ്ടാവാന്ന്. എന്താ കിരണേട്ട സംഭവിച്ചത്? തന്നെ കുത്തിയതിനു ശേഷം തന്നെ ഹോസ്പിറ്റലാക്കിയിട്ട് ഞാനും രതീഷും അവൻ അന്വേഷിച്ച് നടന്നു. അതിനുശേഷം അവനെ തപ്പി കണ്ടുപിടിച്ച് കയ്യും കാലൊക്കെ ബന്ധിച്ച് വേലുവിന്റെ ഊരിലേക്ക് കൊണ്ടുപോയി. അവിടെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് അവനെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു, കയ്യും കാലും ബന്ധിച്ച് വായിൽ തുണിയും തിരികെ. ഇന്ന് രാവിലെ വേലുവിടെ പോയി നോക്കിയപ്പോഴേക്കും കുറച്ച് മാംസ കഷ്ണങ്ങൾ, അത് ഭക്ഷിക്കാനായിട്ട് തല്ലുകൂടുന്ന പക്ഷികളെയാണ് കണ്ടത് എന്നാണ് പറഞ്ഞത്. അവൻ രക്ഷപ്പെട്ടില്ലടോ, അവൻ മരിച്ചു. കിരണേട്ട, അയാള് മരിച്ചെങ്കിൽ കിരണേട്ടനൊക്കെ ഇപ്പൊ പെലയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും അമ്മാവനല്ലേ, ചടങ്ങൊക്കെ ചെയ്യണ്ടേ? ആരുടെ അമ്മാവൻ? എന്റെ അമ്മാവൻ എന്നല്ല അയാള്. ഒരു ചടങ്ങും ചെയ്യേണ്ട കാര്യമില്ല. അയാളുടെ ശവം ചെന്തിരി സംഭവം കിട്ടിയാൽ പോലും അടുക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല. കിരണേട്ട, മരിച്ചവരോട് എന്തിനാ കിരണേട്ട പക വെക്കണത്? അത് മരിച്ചു, അത് തീർന്നു. ഇനി പിന്നെ അയാൾ പക വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ചടങ്ങുകളോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കണം. അതൊക്കെ വേലൂര് ഊരിൽ ചെയ്തിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണ്, അവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, അത്ര തന്നെ. അയാൾക്ക് വേണ്ടിട്ട് ഒരു ചടങ്ങും ഞാൻ ചെയ്യണമൊന്നുമില്ല എന്ന് പറയാണ്. അതിനുശേഷം കല്യാണി പറയേണ്ട, കല്യാണി നിനക്ക് ശരിക്കും നല്ല റെസ്റ്റ് വേണം, നീ റെസ്റ്റ് ചെയ്തോ, ഞാൻ പിന്നെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നെ കാണിക്കുന്നത് രൂപേനെയാണ്. രൂപ ഫോണൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് ചന്ദ്രസേനൻ വരുന്നുണ്ട്. എടോ രൂപേ, വാർത്ത വെച്ചേടോ എന്ന് പറയാണ്. എന്താ ചന്ദ്രേട്ടാ? ഞാൻ TV ഉണക്ക്, എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു വാർത്താ ചാനൽ വെക്കാൻ പറഞ്ഞിട്ട്. രൂപ അപ്പോഴേക്കും വാർത്ത വെക്കാണ്. അപ്പൊ ആ വാർത്തയിൽ ആ പെണ്ണ് പറയണത്, കാട്ടിലാണ് ഈ ഒരു ഇത് ഡെഡ് ബോഡി കിട്ടിയത്. ഡെഡ് ബോഡി എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും തന്നെ ഇല്ലായിരുന്നു. ബോഡി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാട് കാണാൻ വന്ന ഈ 6 മാസത്തിൽ ഇപ്പൊ 3 പേരെയാണ് കാട്ടുമൃഗങ്ങൾ ഭക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ചന്ദ്രസേനൻ മ്യൂസ് ഓഫ് ചെയ്യുന്നുണ്ട്. ചന്ദ്രസേനൻ പണ്ഡിത അയാളാണോ? രാഹുലിന്റെ കാര്യം അവര് പറയണത് ആണോ? അപ്പോ അയാളെ കാട്ടുമൃഗങ്ങൾ ഭക്ഷിച്ചല്ലേ? അതെ. നന്നായി ചന്ദ്രേട്ടാ, നന്നായി. അവൻ ആ മരണം തന്നെയാണ് വേണ്ടത്. കാട്ടുമൃഗങ്ങൾക്കെങ്കിലും, ഈ മൃഗങ്ങളെയാണല്ലോ പറ്റുള്ളൂ. കാട്ടുമൃഗങ്ങൾ അവനെ വലിച്ചു കീറി തിന്നട്ടെ, അവർക്ക് സന്തോഷാവട്ടെ, വയറ് നിറഞ്ഞിട്ടുണ്ടാവും അവർക്ക്. അതെ. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ ഷാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷാരി ചോദിക്കുന്നുണ്ട്, ആഹാ, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്തു പറ്റി? എന്താ, ഞങ്ങൾക്ക് സന്തോഷിച്ചൂടെ? കല്യാണി മോളെ ഹോസ്പിറ്റലിൽ കിടക്കൊണ്ട് അവിടെ പോവാൻ തന്നെ പറ്റണില്ല. എനിക്കും അങ്ങനെ തന്നെയാ രൂപേ, കല്യാണി മോളുടെ അവസ്ഥ കാണാൻ പറ്റുന്നില്ല. അയ്യടാ, നിന്റെ കുള്ളിൽ എന്താന്ന് ആർക്കറിയാം എന്ന് പറയാണ്. നിന്നെ അയാളെ വിളിച്ചായിരുന്നോടി ആ രാഹുൽ എന്ന് ചന്ദ്രസേനൻ ചോദിക്കുമ്പോഴേക്കും, എന്നെ വിളിക്കാറില്ല, എന്നെന്തിനാണ് വിളിക്കുന്നത്, അയാളെ നമ്പർ പോലും എനിക്കറിയില്ല എന്ന് ഷാരി പറയുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്, അയാളെ പല പല നമ്പറിൽ നിന്നല്ലേ വിളിക്കണത്, അപ്പൊ എടുത്ത് സംസാരിച്ചോന്നാണ് ചന്ദ്രേട്ടൻ ചോദിക്കുന്നത്. അയ്യോ, അയാളെ ഒരു നമ്പറിൽ തന്നെ വിളിച്ചിട്ടുമില്ല, വിളിച്ച ഞാൻ എടുക്കാൻ പോണുമില്ല എന്ന് പറയാണ്. ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, അയാളൊരു മൃഗമല്ലേ, അയാൾ തിരേണ്ടത് മൃഗം തന്നെയാണ്, എന്തായാലും അയാൾ മരിച്ചാ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചന്ദ്രസേനൻ പറഞ്ഞ, എന്തായാലും ഇന്ന് ചെറിയൊരു സന്തോഷമൊക്കെ ഉള്ള കാര്യമല്ലേ, കല്യാണി മോൾക്ക് ചെറുതായിട്ടൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണ്, നമുക്കൊന്നൊരു സദ്യ വെച്ചാലോ? അയ്യോ, ഇന്ന് നോൺ വെജ് ഒന്നും പറ്റില്ലല്ലോ, കല്യാണി മോൾ ഹോസ്പിറ്റലിലല്ലേ എന്ന് ഷാരി പറയാണ്. ഹോസ്പിറ്റലാണ്, നോൺ വെജ് വേണ്ട, സദ്യ മതി. പിന്നെ എനിക്ക് ഷുഗർ ഒക്കെ ഉള്ളതാണ്, ഇയാൾക്കും അത്യാവശ്യം ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പാൽ പായസം വേണ്ട, ശർക്കര പായസം മതി, കുറച്ച് ശർക്കര ഇട്ട് ഉണ്ടാക്കിയാൽ മതി, മനസ്സിലായോ? ശരി എന്ന് പറഞ്ഞിട്ട് ഷാരി അപ്പുറത്തേക്ക് പോവാണ്. ഈശ്വര, ഈ ആമനിയില്ല, സദ്യ എന്നൊക്കെ പറയുമ്പോ 8-10 കറികളൊക്കെ വേണ്ടി വരുമല്ലോ, ഓ എന്നെ കൊല്ലും ഇതുങ്ങൾ രണ്ടും എന്നൊക്കെ പറഞ്ഞ ഷാരി അപ്പുറത്തേക്ക് പോവാണ്. രൂപ പറയുന്നുണ്ട്, എന്തായാലും സമാധാനമായി ചന്ദ്രേട്ടാ, ആ ഒരു അസുരൻ തീർന്നു കിട്ടിയല്ലോ. അതേടോ, നമ്മുടെ ജീവിതത്തിലെ വലിയൊരു അസുരൻ തീർന്നു കിട്ടി, ഗംഗപ്രസാദും രാഹുലും തീർന്നു, ഇനി ജയിലിൽ കിടക്കുന്ന വിക്രം, അവൻ പുറത്തിറങ്ങിയ അവന്റെ അവസ്ഥ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ നാളെയാണ് ആംബുലൻസ് വരുന്നത്, കാരണം ബോഡി ഐഡന്റിഫൈ ചെയ്യും, അതിൽ പേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ട് നാളെ ആയിരിക്കും ആംബുലൻസ് വരുന്നത്, കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.